ഇപ്പോ ഓറിയന്റേഷൻ സെഷനിൽ വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് അക്കാഡമി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എന്താണ് അക്കാഡമിയുടെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ ചെറിയൊരു ഇൻട്രഡക്ഷൻ തരാം എന്താണ് അക്കാഡമി എന്നുള്ളത് കേട്ടോ. നമ്മൾ 2023 ജാനുവരിയിൽ 2-3 മാസങ്ങൾക്കായിട്ട് വേണ്ടി മാത്രം കുറച്ച് കുട്ടികളെ വീതം നമ്മൾ വെച്ച് കണ്ടക്ട് ചെയ്ത ഒരു അക്കാഡമിയാണ് എൻലേൺ അക്കാഡമി. അതായത് 50 സ്റ്റുഡൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ അതിൽ 25 സ്റ്റുഡൻസിനും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുകയും അവർക്ക് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. സോ നമ്മളത് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ തൊട്ടടുത്ത വർഷം നമുക്ക് 370 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 95% സ്റ്റുഡൻസിനും നമുക്ക് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടായിരുന്നു. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പ്ലേസ്ഡ് ആവുകയും അവർക്ക് നന്നായി അഡ്മിഷൻ കിട്ടുകയും അതും നല്ല ബെസ്റ്റ് റിസൾട്ടോടെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ പിന്നീട് നമ്മൾ CSIR നെറ്റ്, CUT UG ആൻഡ് ദെൻ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് UGC നെറ്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പം ഓൺഗോയിങ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു റിസൾട്ട് പ്രകാരമാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2025 നമുക്ക് 800ഓളം സ്റ്റുഡൻസ് ആണ് നമുക്കിപ്പം നിലവിലുള്ളത്. അതിൽ 600 കുട്ടികൾ നമുക്ക് ബെസ്റ്റ് റിസൾട്ടോടെ പാസ്സാവുകയും അഡ്മിഷൻ, അതായത് CUT സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല IIT NIT പോലുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എൻലേൺ അക്കാഡമിയെ കുറിച്ച്. അതായത് എൻലേൺ അക്കാഡമിയുടെ എയിം എന്ന് പറയുന്നത് കുറഞ്ഞ എമൗണ്ട് കൊണ്ട്, അതായത് ഒരു ചെറിയൊരു എമൗണ്ട് കൊണ്ട് നമുക്കൊരു ബെറ്റർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ക്ലിയർ പാത്വേ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഓറിയന്റേഷൻ സെഷനാണ്. ലബീബ മാമിൻ്റെ ആണ്. ലബീബ മാം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ്, ലിസ കോളേജ്. മാം നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം PG സിലബസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ, പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ സ്റ്റഡി റോഡ് മാപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു സെഷൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മളൊരു ഡിസ്കഷന് വേണ്ടി നമ്മൾ തരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ലബീബ മാമിനെ വെൽക്കം ചെയ്യാണ്. മാം നിങ്ങൾ ക്ലാസ് എടുക്കും. ഓക്കെ, താങ്ക് യു. ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു റഷിലായിരുന്നു, അതുകൊണ്ടാണ്. ജസ്റ്റ് ഹോൾഡ് ഓൺ ഫോർ 2 minutes ആൻഡ് ഐ ജോയിൻ ഫ്രം മൈ സിസ്റ്റം. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അല്ലെ, ഒരു 2 minutes നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്താൽ മതി. ഐ ബി ജോയിനിങ് ത്രൂ മൈ സിസ്റ്റം. ഓക്കെ, താങ്ക് യു. So I hope that I hope you can hear me. അല്ലേ, കേൾക്കാൻ പറ്റുന്നില്ലേ? എനിക്കൊരു പെട്ടെന്നൊരു ഫാമിലി എമർജൻസി ഉണ്ടായി. അതുകൊണ്ടാണ് രാവിലെ ഞാൻ പോയതാണ്. അപ്പോൾ തിരിച്ചെത്തുന്ന സമയം അപ്പോൾ ലേറ്റായി, ബ്ലോക്കിലൊക്കെ പെട്ടിട്ട്. അതാണ് ഞാനൊരു 30 minutes ലാഗ് ആയത്. ഐ എം സോറി അബൌട്ട് ദാറ്റ്. ആൻഡ് യെസ്, ഹൗസ് യുവർ CUET preparations going on? എനിക്ക് ഇവിടെ കുറേ പേരൊക്കെ ഐ നോ ദ നെയിംസ്. ഇവിടെ ഇരിക്കുന്നതിൽ പലരും ക്ലാസ്സസിൽ കയറിയവരൊക്കെ ഏറെക്കുറെ എനിക്ക് പേരുകൾ അറിയാവുന്നവരാണ്. ആൻഡ് ദർ ആർ ഫ്യൂ നെയിംസ് ദാറ്റ് ആർ ഇറഗുലർ ഇൻ ദ ക്ലാസ്സസ്. അതുകൊണ്ട് തന്നെ വലിയ പരിചയമില്ലാത്തവരും ഈ കൂട്ടത്തിലുണ്ട്.
Okay. Yeah. Kindly unmute your phone. Yes, here. Yeah. Okay. അപ്പോ I just wanted to ask you this. നിങ്ങളുടെ preparation ഒക്കെ എങ്ങനെ പോണു? How is your preparations going on? How are you preparing for the CUET? പഠിക്കുന്നുണ്ട് എല്ലാരും? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ CUET സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെ കോമൺ എൻട്രൻസ് എക്സാം ആണ്, എൻട്രൻസ് ടെസ്റ്റ് ആണ് CUET എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ CUET കണ്ടക്ട് ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇന്ത്യയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് CUET എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ PG എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. അതായത് നമ്മളിപ്പോ UG കഴിഞ്ഞു, PG എന്ന് പറയുമ്പോൾ വി ആർ ഗോയിങ് ടു ബി ദ മാസ്റ്റേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ സബ്ജക്ട് അല്ലേ? അപ്പോൾ ഐ എം ഹാപ്പി ദാറ്റ് ദീസ് മെനി സ്റ്റുഡൻസ് ഹാവ് ചോസൺ ഇംഗ്ലീഷ് ഫോർ ദ ഹയർ സ്റ്റഡീസ്. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്തതിൽ വളരെ സന്തോഷം ടു സീ ഓൾ ഓഫ് ദീസ് നമ്പേഴ്സ്. ഇറ്റ്സ് എ ബിഗ് നമ്പർ ആക്ച്വലി. കണ്ടതിൽ വളരെ സന്തോഷം. ആൻഡ് വോട്ട് ഐ ഹാവ് ടു ടെൽ യു ഇസ്, എന്താണ് MA ഇംഗ്ലീഷ് എടുക്കുന്നത്? ആദ്യം എന്താ MA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുതരാം. നമ്മൾ BA ഇംഗ്ലീഷ് എടുത്തവരായിരിക്കും മോസ്റ്റ് ഓഫ് us. ചിലർ ലിറ്ററേച്ചർ ആവാം, ചിലർ ഫങ്ഷണൽ ഇംഗ്ലീഷ് ആവാം. എനിവേ, ഇനി അതല്ലാത്ത സ്ട്രീമിൽ നിന്ന് വന്നവരും ഉണ്ടാവാം. പോസിബിലിറ്റീസ് കൂടുതലാണ് അല്ലേ? അപ്പോൾ എന്തായാലും BA ഇംഗ്ലീഷിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അതിൻ്റെ ഒരു ഇലാബറേറ്റഡ് വേർഷനാണ് നിങ്ങൾ PGക്ക് പഠിക്കുക, MAക്ക് പഠിക്കുക. അപ്പോൾ എന്താണ് ഈ MA എന്ന് പറഞ്ഞാൽ? മാസ്റ്റർ ഓഫ് ആർട്സ് അല്ലേ? മാസ്റ്റർ ഓഫ് ആർട്സ് അഥവാ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിന് പലതരം സബ്ജക്ട്സ് ഉണ്ട്. കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ഉണ്ട്, നമ്മുടെ സിലബസിൽ തന്നെ ഉണ്ട്. വി ഹാവ് ദിസ് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ഉണ്ട്, വി ഹാവ് ലിംഗ്വിസ്റ്റിക്സ്, വി ഹാവ് ലാംഗ്വേജസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു ഗോൺ ത്രൂ ദ സിലബസ്? നിങ്ങളുടെ സിലബസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? Yes, ma'am. യാ. നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെയുണ്ട്? ഏതൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്ട്സ്? നിങ്ങൾക്ക് എത്ര പോർഷൻസ് പഠിക്കാനുണ്ടെന്ന് അറിയോ? നിങ്ങൾ നോക്കിയിരുന്നോ? സിലബസ് കണ്ടിട്ടുണ്ടോ? Yes. സിലബസിൽ എന്തൊക്കെയല്ലേ? പോയറ്റ്സിനെ കുറിച്ചിട്ട്, പോയട്രീനെ കുറിച്ചിട്ട്, പിന്നെ കുറച്ച് ടോപ്പിക്സ്, പിന്നെ അതായത് ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ട് പഠിക്കാനുണ്ട്. കുറച്ച് എന്തൊക്കെ ഉണ്ട്, മറന്നുപോയി. അപ്പൊ നിങ്ങൾ സിലബസ് കണ്ടിട്ടില്ലേ? ശരിക്കും നോക്കിയില്ലേ? നോക്കിയല്ലോ, അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചെക്ക് ചെയ്തിട്ട്. ഓക്കെ. 7 chapters. ആ പറഞ്ഞു. എന്താണ് പറഞ്ഞോളൂ. 7 chapters, right? പറയൂ. English and Indian literatures, Indian writing English, and literary terms, Okay, good. literary genres, comparative literature and translation studies, literary criticism and theory, and awareness This of is your syllabus. yeah. So this is your syllabus. അല്ലേ? അതായത് നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെയല്ലേ? യു കെൻ സി. ആദ്യം മുതലേ പറഞ്ഞുതരാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് LAQP01 ആണ്. This is your question paper code LAQP01, and in that you will have 75 questions in total. അതായത് 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എല്ലാം തന്നെ നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആൻഡ് ഇൻ ദിസ് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമ്മളത് CBT ആണ്. CBT എന്ന് പറഞ്ഞാൽ എന്താണ്?
കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മൾ എടുക്കാൻ പോകുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് യുവർ എക്സാമിനേഷൻ ഇസ് 90 minutes. ആൻഡ് ദിസ് ഹാപ്പൻസ് വൺസ് ഇൻ എ ഇയർ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾക്ക് CUET നടക്കാറുള്ളത്. ഓൾറൈറ്റ്, സോ there are multiple choice questions. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരിക ബേസ്ഡ് ഓൺ യുവർ PG സിലബസ്. അപ്പൊ നിങ്ങൾക്ക് തരാൻ പോണത് 75 ക്വസ്റ്റ്യൻസ് ആണ്. ഔട്ട് ഓഫ് 75 ക്വസ്റ്റ്യൻസ് യു വിൽ ഹാവ് 300 മാർക്സ്. ഇനി ഈ 300 മാർക്സിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ആണെങ്കിൽ +4ഉം ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, -1 മാർക്കും ഉണ്ട്. ഈസ് ദാറ്റ് ക്ലിയർ? അത്രയും ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ എന്താണെന്ന്? ഹാവ് യു എവർ റിട്ടൺ എനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്? അതായത് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിലായിരിക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സെന്റേഴ്സ് അലോട്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഓരോ സിസ്റ്റം ഓരോരുത്തർക്കും ഉണ്ടാവും. ആ സിസ്റ്റം നിങ്ങൾ പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നിങ്ങളോട് ഓപ്പൺ ആക്കാൻ പറയും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആക്കുന്ന സമയത്ത് യുവർ ക്വസ്റ്റ്യൻസ് വിൽ അപ്പിയർ. എന്നിട്ട് നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് പോകാം. അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് LAQ P01. അതിൽ നമുക്ക് ഉള്ളത് 7 മൊഡ്യൂൾസ് ആണ്. Among that, the first part is History of English and Indian Literature. അതായത് നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഏജസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഏതൊക്കെയാണ്? ആംഗ്ലോ സാക്സൺ പീരീഡ് മുതൽ പോസ്റ്റ് മോഡേൺ ഏജ് വരെയുള്ള 21st സെഞ്ച്വറി ലിറ്ററേച്ചർ വരെയുള്ള കണ്ടംപററി ലിറ്ററേച്ചർ വരെയുള്ള ഹിസ്റ്ററി. അതിൽ ആരൊക്കെയാണ് മേജർ ഓതേഴ്സ്, അവരുടെ വർക്ക്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ലിറ്റററി മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്നീ പറയുന്ന സംഗതികളാണ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലാണ് നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തേത് ഏതാണ്? പ്രീ ഇൻഡിപെൻഡന്റ് എറ എന്ന് പറയും. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഇൻഡിപെൻഡന്റ് എറ, ഇൻഡിപെൻഡന്റ് എറ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എറ, അങ്ങനെ 3 ലിറ്ററേച്ചേഴ്സ്, 3 തരം ഏജസ് ആണ് നമുക്കുള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലിറ്റററി ടേംസ് ആണ്. ഇവിടെ അഗെയിൻ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലും നമ്മൾ ഈ പറയുന്ന പോലെ മേജർ ഓതേഴ്സ്, അതേപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, പിന്നെ ഹിസ്റ്ററി. അത് കഴിഞ്ഞാൽ വി ഹാവ് ലിറ്റററി ടേംസ്. ടേംസ് എന്ന് പറയുമ്പം ഇത്രത്തോളം നമുക്ക് ടേംസ് ഉണ്ട്. അലിഗറി, ബാലഡ്, ബ്ലാങ്ക് വേഴ്സ്, കോമഡി, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഡ്രമാറ്റിക് മോണലോഗ്, എലിജൈ, enlightenment, epic, fancy and imagination, imitation, intentional fallacy, motive, odd, onomatopoeia, paradox, plot, figures of speech. Figures of speech ഏതൊക്കെയാണ്? സിമിലി, മെറ്റഫർ, ഇങ്ങനെ പറയുന്ന ഓരോന്നും. ദെൻ സെറ്റയർ, സോളിലോക്കി, സോണറ്റ്, ട്രാജഡി, വിറ്റ്, എക്സെട്ര എന്നാണ് കൊടുത്തത്. ഇതിവിടെ അവസാനിക്കുന്നില്ല. സോ ദർ ആർ മെനി മോർ. ആൻഡ് ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ലിറ്റററി ജോൺറാസ് ആണ്. അതായത് ഫിക്ഷൻ ആണോ, നോൺ ഫിക്ഷൻ ആണോ, ലൈഫ് റൈറ്റിംഗ്, ഡയറി, ഡ്രാമ, എസ്സേ, ഇതൊക്കെ ഏതൊക്കെയാണ്, ഇതിലൊക്കെ ഉള്ള ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, അതിൻ്റെ ഓതേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ്, ആ വർക്കിൻ്റെ ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് നമ്മൾ ലിറ്റററി ജോൺറാസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ കംസ് ദ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. കമ്പാരറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ശരാശരി യൂണിവേഴ്സിറ്റികളിലൊന്നും കമ്പാരറ്റീവ് ലിറ്ററേച്ചർ UG സെക്ഷനിൽ പഠിപ്പിക്കുന്നില്ല നമ്മൾ. അപ്പോൾ ഈ കമ്പാരറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആക്ച്വലി എ ഡിഫറെൻറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. അതായത് ഒരു പ്രത്യേക ഡിസിപ്ലിൻ ആണ്. ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയും പോലെ തന്നെ നമ്മൾ ചില യൂണിവേഴ്സിറ്റികളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റിയിൽ, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള CUK പഠിപ്പിക്കുന്നത് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ആണ്. അതുപോലെ പല യൂണിവേഴ്സിറ്റീസും അതേ ഹു ഓഫേഴ്സ് ദിസ് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ. അപ്പൊ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പോലെ കൾച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്നത് മറ്റൊരു ബ്രാഞ്ച് ഓഫ് ഡിസിപ്ലിൻ ആണ്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വേറൊരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ആണ്. നമുക്കങ്ങനെ കുറേ ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസ് ഉണ്ട് എമംഗ്
ദിസ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ തന്നെ നമുക്ക് പല ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, അവിടെ നമുക്ക് കോൺസെപ്റ്റ്സ് ഉണ്ട്, തിയറീസ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, അത് റിലേറ്റഡ് ആയിട്ട് കുറെ സ്കൂൾസ് ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. പിന്നെ കുറെ തിയറീസ് ഉണ്ട്, അതായത് നമ്മളെ സാധാരണ ലിറ്റററി തിയറി പോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ തിയറി എന്ന് പറയുന്ന കുറേ തിയറികളുണ്ട്. പിന്നെ നമുക്ക് കുറെ ടെക്സ്റ്റുകൾ ഉണ്ട് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ. ഇനി ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ഉണ്ട്, അതിലും കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്, കുറെ ടേംസ് ഉണ്ട്, കുറെ ഐഡിയാസ് ഉണ്ട്, അതിലും കുറെ തിയറീസ് ഉണ്ട്, ട്രാൻസ്ലേഷൻ തിയറികളുണ്ട്, അതിലും കുറച്ച് ടെക്സ്റ്റുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി വരിക. പിന്നെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ 5th സെമസ്റ്ററിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. 4th 5th സെമസ്റ്ററുകളിലാണ് സാധാരണഗതിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി പഠിപ്പിക്കുക. ചില യൂണിവേഴ്സിറ്റികളിൽ 6th സെമസ്റ്ററിലും തിയറി പഠിപ്പിക്കാറുണ്ട്. So anyways, so what is this literary criticism and theory? Criticism theory classical, അതായത് ഗ്രീക്ക് കാലഘട്ടം മുതലുള്ളത്, ഗ്രീക്ക് തിയറീസ് മുതൽ, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടസ്, അവര് മുതൽ, സോഫോക്ലിസ് മുതൽ നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ നമ്മളെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ്, പോസ്റ്റ് മോഡേൺ, അങ്ങനെ ഈ ഒരു 21st സെഞ്ച്വറി തിയോറിറ്റീഷ്യൻസിനെ വരെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മാർക്സിസം, then comes the structuralism and post-structuralism, then comes feminism, then comes eco-criticism, then comes post-colonialism. അത് കഴിഞ്ഞിട്ട് we have this awareness of current literary trends, events, awards, etc. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്, ആർക്കാണ് സാഹിത്യ അക്കാദമി അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്, ആർക്കാണ് ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളത്, പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്, ഏത് വർക്കിനാണ്, ഏത് ഓതറിനാണ്, ഇതൊക്കെയാണ് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, വിച്ച് കവേഴ്സ് മേജർ പോർഷൻസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പക്ഷെ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടല്ല, എന്നാലും ഏറെക്കുറെ നമ്മൾ അറിഞ്ഞിരിക്കണം, അത്ര തന്നെ. ഓക്കെ, ഈ സിലബസിനെ ബേസ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തതുണ്ടോ, അല്ലെങ്കിൽ ഡു യു വോണ്ട് മീ ടു എക്സ്പ്ലെയിൻ അഗൈൻ? ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? യെസ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യന് പെർട്ടിക്കുലർ സെക്കൻഡ്സ് ആ സെക്കൻഡിനുള്ളിൽ അറ്റൻഡ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഷഫിൾ ചെയ്തിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്തൂടെ? ഷഫിൾ ചെയ്തിട്ട് ചെയ്യാം, പക്ഷെ ഓർമ്മ ഉണ്ടായിരിക്കണം. ഓക്കെ. സോ കഴിയുന്നതും ആൻസേഴ്സ് 1 by 1 ചെയ്തിട്ട് പോവുക. പിന്നെ അറിയാത്ത ആൻസേഴ്സിന് മുകളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്, അത്രമാത്രം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ യു ഷുഡ് ഡ്രോപ്പ് ഇറ്റ് ദ സെക്കൻഡ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ പാർട്ടുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻ അറിയാവോ? നിങ്ങളുടെ പേപ്പർ 1 ഇല്ലേ, നിങ്ങൾക്ക് പേപ്പർ 1ഉം പേപ്പർ 2 ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഈ പേപ്പർ 1ൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട്, അതിൽ പക്ഷെ വെർബൽ എബിലിറ്റി ചെക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും, യു വിൽ ഹാവ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. അതിൽ ഗ്രാമർ ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് ഒരുപാട്, പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന വെർബൽ എബിലിറ്റീസ്, പിന്നെ അതേപോലെയുള്ള ഭാഗങ്ങളായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിൽ ചോദിക്കുക. കൂട്ടത്തിൽ ബാക്കിയുള്ള മൊഡ്യൂൾസ് ഉണ്ടാവും. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ് പോലെയുള്ള ഏരിയാസും അവിടെ കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ 75 ക്വസ്റ്റ്യനിലേക്ക് വരിക. Am I clear? Yeah, I can send you the PDF, no problem. So I'll show you now the pattern of our exam. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Are you able to see the screen? Is the screen visible to you? Yes. Okay, so you can see a previous year question here. 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസാ വരാൻ നോക്കാം. ഒന്ന്, മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ തരിക. അതായത് ഒരു ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം ഉണ്ടാവും. ലിസ്റ്റ് 1ല് എന്തായാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നെയിം ഓഫ് ദി ടെക്സ്റ്റ്.
ലിസ്റ്റ് 2ൽ എന്താ ഉള്ളത്? ജോൺറ അല്ലെങ്കിൽ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റ് 1ല് പാരഡൈസ് ലോസ്റ്റ് ഉണ്ട്, പൊരിഫ്രിയാസ് ലവർ ഉണ്ട്, കിങ് ലിയർ ഉണ്ട്, ദ ഡൻസിയാർഡ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ വർക്ക്സ് ഒക്കെ? Are you familiar with the works? Yeah, King Lear. കിങ് ലിയർ ആരെഴുതിയ? William Shakespeare. ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ. പൊരിഫ്രിയാസ് ലവറോ? Have you heard of Robert Browning? യെസ് മാം. പാരഡൈസ് ലോസ്റ്റ് ആരെഴുതിയതാ? Milton. Milton. And who is the author of the Dunciad? Who is the author of the Dunciad? Have you heard of Alexander Pope? അലക്സാണ്ടർ പോപ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? Yes. അലക്സാണ്ടർ പോപ്പിന്റെ ആണ് ദ ഡൻസിയാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. വായിച്ചോ? Have you read the question? Okay. Finished reading? Yes, ma'am. Alright. So I'll tell you this. ഇവിടെ നിങ്ങൾക്ക് ദ പാരഡൈസ് ലോസ്റ്റും പോരിഫ്രിയാസ് ലവറും കിങ് ലിയറും ദ ഡാൻസിയാർഡും കാണാം. ലിസ്റ്റ് 2ൽ നിങ്ങൾക്ക് ജോൺറസ് ആൻഡ് ടൈപ്സ് കാണാം. ജോൺറസ് ആൻഡ് ടൈപ്സ് എന്ന് പറയുമ്പോൾ ഏത് ജോൺറിൽ പെട്ടത് അല്ലെങ്കിൽ എന്ത് ടൈപ്പിൽ പെട്ടതാണ് ഈ വർക്ക് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അതിവിടെ സെക്കൻഡ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഇവിടെ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ ബി ഗിവൻ ലൈക്ക് ദിസ്. ഇവിടെ 1 2 3 4 എന്നായിരിക്കും. അതായത് എ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? എ കറക്റ്റ് A3 ആണോ, B1 ആണോ, C4 ആണോ, D2 ആണോ? അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എത്ര എണ്ണം അറിയാം? എൻ്റെ അടുത്ത് പറഞ്ഞത് കിങ് ലിയർ ആണ്. അപ്പൊ ഈ കിങ് ലിയർ എന്ന് പറയുന്നത് എന്താ? ട്രാജഡി ആണ് അല്ലേ? ഷേക്സ്പിയറിന്റെ ട്രാജഡിയാണ് കിങ് ലിയർ. അപ്പൊ നമുക്ക് ഉറപ്പായി C4 ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, C4 വരുന്ന 2 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോ ഇനി അടുത്തത് ഏതെങ്കിലും അറിയോ? പാരഡൈസ് ലോസ്റ്റ്. പാരഡൈസ് ലോസ്റ്റ് എഴുതിയത് ജോൺ മിൽട്ടൺ ആണ്. അതൊരു എപ്പിക് പോയം ആണ് അല്ലേ? അപ്പൊ A3യും 2 എണ്ണം ഉണ്ട്. ഇനി പോരിഫ്രിയാസ് ലവർ, അത് ആരാ എഴുതിയത്? പോരിഫ്രിയാസ് ലവർ വാസ് റിട്ടൺ ബൈ ഹൂം? Robert Browning. ബ്രൗണി. അപ്പൊ അതെന്താ? Monologue, dramatic ഡ്രമാറ്റിക് മോണലോഗ് അല്ലേ? അപ്പൊ അത് ഡ്രമാറ്റിക്. B1 വരുന്ന ഓപ്ഷൻസ് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ 2 എണ്ണം കിടപ്പുണ്ട്. ഇപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ നോക്കിയേ. ഇനി നമുക്ക് ഡൻസിയാർഡ് മാത്രമേ നമ്മളൊരു സഹായത്തിനുള്ളൂ. അപ്പൊ ഡൻസിയാർഡ് എന്ന് പറയുന്നത് D2 ആണ്. അപ്പൊ D2 വരുന്ന ഏതാ ആൻസർ ഉള്ളത്? D2, C4, B1 ആൻഡ് A3. അങ്ങനെ വരുന്നത് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ആൻസർ എന്താണ്? എ. ഇങ്ങനെയാണ് നമ്മൾ മാച്ച് ദ ഫ്ലോയിങ് ചെയ്യുക. മാച്ച് ദ ഫ്ലോയിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക്, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് നിങ്ങൾ ആൻസേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാ. സമയം പെട്ടെന്ന് പോവും, ഒരുപാട് സമയം ചിന്തിച്ചിരിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓദറിനെ പറ്റി നല്ല പരിചയം വേണം. ഇപ്പൊ നമുക്ക് പോരിഫ്രിയാസ് ലവർ എല്ലാവർക്കും അറിയണം, പോരിഫ്രിയാസ് ലവർ എന്ന് പറയുന്ന വർക്ക് എല്ലാവർക്കും അറിയണം എന്നില്ല. പക്ഷെ റോബർട്ട് ബ്രൗണിനെ എങ്ങനെ എല്ലാവർക്കും അറിയാം? റോബർട്ട് ബ്രൗണിങ്ങിന്റെ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് എന്താണ് എന്നും നമുക്കറിയാം. ഡ്രമാറ്റിക് മോണലോഗാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പാരഡൈസ് ലോസ്റ്റ് മിൽട്ടന്റേതാണെന്ന് അറിയാം. അപ്പൊ മിൽട്ടൺ എപ്പിക്കുകളാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയാം. കിങ് ലിയർ എന്ന് പറയുന്നത് ട്രാജഡി എന്നറിയാം. അതിലിപ്പോ ഡൻസിയാർഡ് മാത്രമേ നമുക്ക് ഡൗട്ട് ഉള്ളൂ. അപ്പൊ ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ ഡൻസിയാർഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത്
നിങ്ങളെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വർക്ക്. ഇതില് ഐഡന്റിഫൈ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ്. ഇത് ഇങ്ങനെയും തരാം. അടുത്ത ക്വസ്റ്റ്യൻസ് വരാൻ പോണത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആരാണ് എൻലൈറ്റൻമെന്റിന്റെ ഭാഗമായിട്ടുള്ളത്? എൻലൈറ്റൻമെന്റ് ഏജിന്റെ ഭാഗം ഇതിൽ ആരായിരുന്നു? അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം? ഏജസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സിൽ ഈ പറയുന്ന സംഗതികൾ മുഴുവൻ നല്ല വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതായത് എല്ലാ ക്ലാസ്സസിലും എല്ലാ നോട്ട്സിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു പോകുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ ഏജസ്, ഇൻക്ലൂഡിങ് യുവർ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി, ദ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ, അങ്ങനെ തുടങ്ങിയ എല്ലാ പാർട്സും വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ പാകത്തിലാണ് തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ അത് പഠിക്കാന്ന് മാത്രം ചെയ്താൽ മതി. ക്ലാസ്സസ് കൃത്യമായിട്ട് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി പാസ് ദി എക്സാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ബിക്കോസ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പൊതുവേ ഉണ്ടാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയാ പഠിച്ചു തുടങ്ങുക. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈവൻ ഐ ഹാഡ് ദ സിമിലർ ഡൗട്ട്, ഞാൻ എവിടെ പഠിച്ചു തുടങ്ങും? എനിക്കൊരു സബ്ജക്റ്റ്, ഒരു സിലബസ് ഉണ്ടായിരുന്നെങ്കിൽ, when I wrote the exam there was no syllabus at all, there was no മെറ്റീരിയൽ അവൈലബിൾ. നെറ്റിന് മെറ്റീരിയൽ ഒക്കെ ഉണ്ടായിരുന്നത്, അത് വെച്ചിട്ട് എങ്ങനെയാ പഠിക്കേണ്ടതെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് എ ക്ലിയർ കട്ട് പിക്ചർ, യു ഹാവ് എ ക്ലിയർ കട്ട് പ്ലാറ്റ്ഫോം, യു ഹാവ് ഓൾ ദ അവൈലബിൾ മെറ്റീരിയൽസ്, നിങ്ങൾക്കൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് പ്രൊവൈഡഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് എന്നാണ് എൻ്റെ ഒരു what I believe is. കാരണം നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആണെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എവ്രിവെയർ ദേ പ്രൊവൈഡ് ദിസ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഒന്നും എല്ലായിടത്തും ഇല്ല. പക്ഷെ യു ഹാവ് ദാറ്റ് എബിലിറ്റി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ആക്സസ് ഉണ്ട്, യു ഹാവ് ദാറ്റ് ചാൻസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പം യു ക്യാൻ ഡെഫിനറ്റ്ലി ഗ്രാബ് ഓൺ ടു ദിസ്. യു ക്യാൻ ഹാവ് എ മെറ്റിക്കുലസ് പ്ലാൻ. അങ്ങനെ മെറ്റിക്കുലസ് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് യുവർ ഡേറ്റ് ഓഫ് ദി എക്സാംസ് ആർ അപ്രോച്ചിങ്. നിങ്ങൾ കുറെ കൂടി ഇനി എന്താണ് മെറ്റിക്കുലസ് ആയിട്ട് പഠിച്ചു തുടങ്ങണം എന്ന് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ എക്സാമിന് തലേന്ന് പഠിക്കാലോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അല്ലെങ്കിൽ റെക്കോർഡിങ്സ് ഉണ്ടല്ലോ, ഞാൻ അന്ന് കേട്ടാൽ മതി. പക്ഷെ ഈ റെക്കോർഡിങ്സ് എന്ന് പറയുന്നത് 1 or 2 റെക്കോർഡിങ്സ് അല്ല, നിങ്ങൾക്ക് കാണിച്ചു തന്ന 7 മൊഡ്യൂളിന്റെ റെക്കോർഡിങ്സ് ഉണ്ട്. 7 മൊഡ്യൂളിന്റെ റെക്കോർഡിങ്സ് എന്ന് പറയുന്നത് ഒറ്റ റെക്കോർഡിങ് 7 റെക്കോർഡിങ് ആയിരിക്കില്ല, അത് പല പല റെക്കോർഡിങ്സ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് ചിലതൊക്കെ 18 hours 75 hours ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ 75 hours ക്ലാസ്സസ് എന്ന് പറയുന്നത് 75 ക്ലാസ്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇരുന്നിട്ട് ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ തീർക്കാൻ പറ്റുന്ന സംഗതിയൊന്നുമല്ല. എഗ്രി ദാറ്റ് യു ഹാവ് ദ റെഡിമെയ്ഡ് മെറ്റീരിയൽ, കാര്യങ്ങളൊക്കെ കുറെ കൂടി എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ എഫേർട്ട് ഇട്ടേ മതിയാവുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ എഫേർട്ട് ഇടുക? ദാറ്റ് ഈസ് യു പ്രിപ്പയർ എ പ്ലാൻ. യു ഷുഡ് ഹാവ് എ വെരി മെറ്റിക്കുലസ് പ്ലാൻ. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിലബസ് ഓരോന്നും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന്റെ ഡേറ്റിന് അനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, വി കൻ കവർ ദ എക്സാം. നമുക്ക് പെട്ടെന്ന് എക്സാം അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് അങ്ങ് കഴിഞ്ഞു പോകുന്ന സംഗതി അല്ലല്ലോ. നമുക്ക് കുറെ പഠിക്കാനുണ്ട്, നമുക്ക് കുറെ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ കുറെ കൂടി മെറ്റിക്കുലസ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളത് പഠിച്ചേ മതിയാവുള്ളൂ. സോ നമുക്ക് ഏകദേശം ഡേറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി അല്ലേ? നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ? നോക്കിയിരുന്നോ? ആരെങ്കിലും നോക്കിയോ? നിങ്ങൾ ആരെങ്കിലും നോക്കിയോ മക്കളെ? നിങ്ങൾ ആരെ നോക്കിയോന്ന് ചോദിക്കുമോ? ആരും നോക്കിയില്ലേ? മാർച്ച് ഫസ്റ്റ് വീക്ക് ആണ്. നോക്കിയില്ല. നോക്കിയിട്ടില്ല. ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങള് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിസംബർ 14 മുതൽ ജാനുവരി 14 വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ എങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ NTA വെബ്സൈറ്റിൽ
അത് ഐ ഗെസ് എൻലേൺ ചെയ്ത് തരും തോന്നുന്നു നിങ്ങൾക്ക്. ദാറ്റ് വാസ് ഓൾറെഡി പ്രൊവൈഡഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ യു കെൻ കൺസൾട്ട് ദം. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. എൻലേണിന് അവരെല്ലാ അസിസ്റ്റൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫോർ ദ രജിസ്ട്രേഷൻ പർപ്പസ്. നിങ്ങൾക്ക് അവിടെ ചോദിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും. അതിൽ നിങ്ങളുടെ സിറ്റി കാര്യങ്ങളൊക്കെ, സെന്ററിന്റെ ഡേറ്റ്, പിന്നെ അതേപോലെ എക്സാമിന്റെ ടൈം, ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ സിറ്റി ഇന്റിമേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എക്സാമിന് നേരത്തെ എത്തുക. അതായത് അരമണിക്കൂറേ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളൂ എന്നാണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര സമയമാണോ നിങ്ങളെ വീട്ടിൽ നിന്ന് ദൂരം അതിനേക്കാൾ നേരത്തെ തന്നെ എക്സാം ഹാളിലേക്ക് എത്തുക. അതായത് നിങ്ങളുടെ ഈ വെപ്രാളം പിടിച്ചിട്ടുള്ള ഓട്ടം ഒഴിവാക്കാൻ. കാരണം നമുക്ക് അത്ര ഉറപ്പിക്കാനൊന്നും കഴിയൂല. ലാസ്റ്റ് മിനിറ്റ് ആവുമ്പോൾ നമുക്ക് ബ്ലോക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് പോലും നമുക്ക് മറന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബി ദ എക്സാം ഹാൾ ഏർലിയർ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്യുപ്ഡ് ആവാന്നുള്ളതാണ്. അത് എക്യുപ്ഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ യുവർ സബ്ജക്ട്സ്, സ്റ്റഡി വെൽ, പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാംസ്. പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാംസ്. അത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളടുത്ത് അതായത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. യു ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സമയം കളയാനൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഈ 7 മൊഡ്യൂൾസും നിങ്ങൾക്ക് തീർക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ ഏതായാലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടേക്കുക. ഇതൊന്നും അങ്ങനെ ബാലി കയറാൻ മലയൊന്നുമില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇൻട്രോയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ലൈക്ക് 95% സ്റ്റുഡൻസ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഭയങ്കര പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ 95% ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കുക അല്ലെ, നമ്മളെ കൊണ്ടും ഇതൊക്കെ പറ്റും. ഇതങ്ങനെ പറ്റാത്തതായൊന്നുമില്ല. നിങ്ങൾക്ക് ആകെ വേണ്ടത് കുറച്ച് ഇത് എക്സാം എങ്ങനെ പഠിക്കാം, ഇതെങ്ങനെ പഠിച്ച് ക്രാക്ക് ചെയ്യാം, എങ്ങനെ നിങ്ങൾ ഈ എക്സാമിന് അപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. ഒന്ന്, ഈ പറയുന്ന 7 മൊഡ്യൂൾസും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവുക. കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർ ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ കയ്യിൽ സ്റ്റഡി പ്ലാൻസ് ഉണ്ട്, നിങ്ങൾക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. അത് പഠിക്കുക. അടുത്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതായത് എക്സാമിന്റെ തൊട്ട് മുൻപേ 2 ആഴ്ച മുമ്പ് നിങ്ങളെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ ഫോർ എ റിവിഷൻ. റിവൈസ് ചെയ്ത് പോവാ. അടുത്ത കാര്യം, റിവൈസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, റിവൈസ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് പോണ സമയത്ത് സമാധാനത്തിൽ പോകാൻ പറ്റും. അപ്പൊ റിവിഷൻ ഒക്കെ പോസിബിൾ ആണോ എന്നായിരിക്കും അടുത്ത ചോദ്യം. നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഏതായാലും ഇറങ്ങി തിരിച്ചു. നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാവി സെക്യൂർ ചെയ്യുക. അതേപോലെ തന്നെ പഠിക്കുമ്പം എന്തായാലും നമ്മൾ 2 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണേ. ആ 2 വർഷം നമ്മൾ കഷ്ടപ്പെടുന്നത് നല്ല രീതിയിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും നമുക്ക് ഉണ്ടാവും. ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെതായ മെച്ചം തന്നെ തരും. കാരണം ഒന്ന്, നമുക്ക് കിട്ടാൻ പോകുന്ന ലെക്ചറേഴ്സ് അല്ലെങ്കിൽ ദ പ്രൊഫസേഴ്സ് ദാറ്റ് വിൽ ഹാവ് വിൽ ബി ഓഫ് ലെജൻഡ്സ്. രണ്ടാമത്തേത്, ദ ലൈബ്രറി ഫെസിലിറ്റി വിൽ ബി ദ ബെസ്റ്റ്. പിന്നെ ക്യാമ്പസ് തരാൻ പോകുന്ന എക്സ്പോഷർ, ദ കൈൻഡ് ഓഫ് സെമിനാർസ്, ദ കൈൻഡ് ഓഫ് കോൺക്ലേവ്സ്, കോൺഫറൻസസ് എക്സെട്ര വളരെ വലുതാണ്. നിങ്ങൾ കാണാൻ പോകുന്ന ലോകം അതിലേറെ വലുതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ കയറിയിട്ട് യൂണിവേഴ്സിറ്റി കോളേജുകളിൽ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജുകളിൽ നമ്മൾ പഠിക്കുന്നതിലും കൂടുതലായിട്ട് നമുക്ക് എക്സ്പോഷർ കിട്ടുക ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നമ്മൾ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടാനുള്ള സാധ്യതകൾ നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം ലാസ്റ്റ് ടൈം കഴിഞ്ഞ ഈ 2025 സംഗതിയാണ്. അതായത് ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവള് ഒരു ദിവസം എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഷി കോൾഡ് മീ. റിസൾട്ട് വന്നപ്പം ഐ ഗോട്ട് ഇൻ ടു കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടിയെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട്.
അതേ കുട്ടി തന്നെയാണ് നെക്സ്റ്റ് ഡേ രാത്രി വിളിച്ചിട്ട് പറയാണ്, മാം ഐ ഗോട്ട് ഇൻ ടു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഞാൻ പോണ്ടിച്ചേരിക്ക് പോവാണെന്ന് പറഞ്ഞു. അതേ ആള് ദ വെരി നെക്സ്റ്റ് ഡേ ഇസ് കോളിംഗ് ആൻഡ് ഇൻഫോമിംഗ് ദാറ്റ് മാം എനിക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഷീ ജോയിൻഡ് ഇൻ ഹൈദരാബാദ് ഫോർ ഹർ MA ഇംഗ്ലീഷ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നടക്കാത്തതായിട്ടൊന്നുമല്ല. ഇത് നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ദിവസത്തിൽ ഒരു 3 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 3 മണിക്കൂർ എന്ന് പറയുന്നത് രാവിലെ 1 മണിക്കൂർ. അല്ലാതെ നിങ്ങളിപ്പം കോളേജസിലേക്ക് എന്തായാലും റെഗുലർ ആയിട്ട് പഠിക്കുന്നവർ വളരെ കുറവായിരിക്കും. മോസ്റ്റ് ഓഫ് യു വിൽ ബി ഫോക്കസിങ് ഓൺ യുവർ നിങ്ങളുടെ എക്സാംസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിക്കുമായിരിക്കും. അല്ലാത്ത സമയങ്ങളിലൊക്കെ യു ബി എൻഗേജ്ഡ് വിത്ത് വൺ ഓർ ദി അതർ പ്രോഗ്രാംസ് ലൈക്ക് യുവർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഇല്ലേ കോളേജിലെ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്പം പ്രത്യേകിച്ച് യുവർ കോളേജ് ഡേ, ആർട്സ് ഡേ, സ്പോർട്സ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പുറകെ നിങ്ങൾ പോവും. അപ്പൊ യു വിൽ ബി വെരി ബിസി ഇൻ ഓൾ ദോസ് ഡേയ്സ്. ഇപ്പോ പക്ഷെ നൗ അങ്ങനെയൊക്കെ പോണ സമയത്ത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആക്കഡമിക്സിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യും എന്നുള്ളത് ഇസ് ഗോയിങ് ടു ബി എ ക്വസ്റ്റ്യൻ. പക്ഷെ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടൈം ഫോർ ഫോക്കസിങ് ഓൺ CUET എക്സാംസ് ആസ് വെൽ. അതായത് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു മണിക്കൂർ 1-1.5 മണിക്കൂർ നിങ്ങൾ പഠിക്കുക. രാത്രി വീട്ടിലെത്തിയതിനു ശേഷം വൈകുന്നേരം രാത്രി ഒരു 7 മണി മുതൽ ഒരു 8 മണി വരെയൊക്കെ 9 മണി വരെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ CUET എക്സാം സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. ഒരു ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നിങ്ങൾക്കുള്ള എൻട്രി ഉറപ്പാണ്. അത് കിട്ടാത്തവരാരുമില്ല. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ട് അനുസരിച്ചിരിക്കും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ ഫാക്ച്വൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാ. പരത്തി വായിക്കേണ്ട ആവശ്യമില്ല. ഒരു കഥ എടുത്തു കഴിഞ്ഞാല് ആ കഥ ആരെഴുതി, ഏത് കാലഘട്ടത്തിൽ എഴുതി, എപ്പോ എഴുതി, എന്ന് പബ്ലിഷ് ചെയ്തു, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അതിൽ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, പിന്നെ ഈ കഥ എവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, അതേപോലെ തന്നെ ഏതെങ്കിലും ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉണ്ടെങ്കിൽ അങ്ങനെ അതും പഠിച്ചു വെക്കുക. അപ്പോ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായി, ഏറെക്കുറെ ഒരു ചാപ്റ്ററിന്റെ ഐഡിയാസ് കിട്ടി. അപ്പോ നിങ്ങളോട് ആ സ്റ്റോറിയിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള സംഗതിയായി. അപ്പൊ നമുക്ക് എല്ലാ നോവൽസും ഒന്നും വായിച്ചു തീർക്കാനൊന്നുള്ള സമയം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ വർക്കിനെയും നമ്മൾ വായിച്ചില്ലാത്ത വർക്ക്സിന്റെ സമ്മറി നമുക്ക് വായിക്കാൻ കിട്ടുമല്ലോ. അത് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ സമ്മറീസ് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ വായിക്കാം. പിന്നെ മുമ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു 3 years ബാക്ക് വരെ 50% ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കുറച്ചു കാലങ്ങളായിട്ട്, ഇപ്പൊ 3 വർഷത്തോളമായിട്ട് എല്ലാ മൊഡ്യൂൾസിനും ഈക്വൽ ഇമ്പോർട്ടൻസിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഇന്ന മൊഡ്യൂളിന് മാത്രം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പൊ ഇല്ല. അപ്പൊ എല്ലാ മൊഡ്യൂൾസും നിങ്ങൾ ഈക്വലി കവർ ചെയ്തിട്ട് പോണം. ദിവസം ഒരു 3 മണിക്കൂർ പഠിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാം. പിന്നെ അതേപോലെ നിങ്ങളുടെ ഇനി ഏതെങ്കിലും പെൻഡിങ് ആയി കിടക്കുന്ന നിങ്ങളുടെ റെക്കോർഡിങ്സ് കേൾക്കാൻ ബാക്കിയുള്ളതുണ്ടെങ്കിൽ അത് കേട്ട് തീർക്കുക, നോട്ട്സ് ഉണ്ടാക്കുക, പഠിച്ചു തുടങ്ങുക. പിന്നെ നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള നോട്ട്സിന് പുറമേ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കണക്ട് ചെയ്തിട്ട് കോഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചാലും ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല കാര്യം തന്നെ. നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, പെട്രാക്കൻ സോണറ്റിന്റെ റൈം സ്കീം എന്താണ്, പിന്നെ അലിഗറി എന്താണ്, അല്ലെങ്കിൽ ഏത് വർക്കാണ് അലിഗറി പറയുന്നത്, അത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ആബ്സലോം ആൻഡ് അക്കിറ്റോഫൽ, എമ്മ, ദ മിൽ ഓൺ ദ ഫ്ലൂസ്, ഈ പറയുന്ന വർക്ക്സ് ഒക്കെ തന്നെ നമ്മൾ, അതായത് നമുക്കൊരു സെറ്റ് ഓഫ് വർക്ക്സ് ഉണ്ട്. ആ വർക്ക്സ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആ വർക്കിന്റെ ഓതർ, അതിന്റെ ജോൺറ, ടൈപ്പ്, ഇതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഐ വിൽ ഷോ യു വാട്ട് ഇറ്റ് ഈസ്. നിങ്ങൾ എങ്ങനെയാ ഗൂഗിൾ ചെയ്യുക, നിങ്ങൾക്ക് പറയാത്തൊരു വർക്ക്, ദ മിൽ ഓൺ ദ ഫ്ലൂസ് എന്ന് പറയുന്ന വർക്കിനെ പറ്റിയാണെന്ന് വിചാരിക്കും. മിൽ ഓൺ ദ ഫ്ലൂസ് ജോർജ് ഇലിയറ്റിന്റെ വർക്കാണ്. കാണാൻ പറ്റുന്നുണ്ടോ?
നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? മെല്ലോന്റെ ഫ്ലോസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. നിങ്ങൾ ഈ നോവൽ കംപ്ലീറ്റ്ലി വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ? ആരൊക്കെ ഉണ്ട്? മെല്ലോൺ ദ ഫ്ലോസ് ആരെ എഴുതിയ? ജോർജ് ഇലിയറ്റ് ആണ്. ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ 1860 ആണ്. സോ ഇവിടെ ജോർജ് ഇലിയറ്റിന്റെ പെൻനെയിം ആണ് ജോർജ് ഇലിയറ്റ്. അവരുടെ ഒറിജിനൽ നെയിം മേരി ആൻ ഇവാൻസ് ആണ്. അത് ഇവിടെ ഓദറിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇല്ലേ? ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മിസ്റ്റർ ടെല്ലിവർ, ടോം ടെല്ലിവർ, ഫിലിപ്പ് വാക്കം, മാഗി ടെല്ലിവർ, മിസ്റ്റർ ബെസ്സി ടെല്ലിവർ ആൻഡ് സ്റ്റീഫൻ ഗാസ്റ്റ്. അപ്പൊ നമുക്ക് ക്യാരക്ടേഴ്സിന് ഇവിടെ കിട്ടി. ഇനി ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസേഴ്സ്. അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇനി സ്കാർലെറ്റ് ലെറ്റർ, നഥാനിയൽ ഹോത്തോൺ അല്ലേ? ഇതാ എന്നാ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 16 മാർച്ച് 1815 ആണ്. ഈ വർക്ക് ഏത് ജോൺറയിൽ വരും? ഇതാ എ റൊമാൻസ് ഇസ് ഇതിന്റെ ഫുൾ നെയിം ദ സ്കാർലെറ്റ് ലെറ്റർ എ റൊമാൻസ്. ഇതിന്റെ പേര് എങ്ങനെയാണ്? അപ്പൊ ചില വർക്കിന് ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് ഇത് ചോദിക്കും. അതായത് വാട്ട് ഈസ് ദ പ്രീടെക്സ്റ്റ് ഓഫ് ദിസ് വർക്ക്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഫുൾ വർക്ക്, ഒരു വർക്കിന്റെ ഫുൾ നെയിം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പൊതുവെ സ്കാർലെറ്റ് ലെറ്റർ എന്ന് മാത്രമേ പറയാറുള്ളൂ. നഥാനിയൽ ഹോത്തോന്റെ ദ സ്കാർലെറ്റ് ലെറ്റർ, അതിനപ്പുറത്തേക്ക് നമ്മൾ പറയലില്ല. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ദ സ്കാർലെറ്റ് ലെറ്റർ എ റൊമാൻസ്, ദ സ്കാർലെറ്റ് ലെറ്റർ എ ട്രാജഡി, ദ സ്കാർലെറ്റ് ലെറ്റർ എ കോമഡി, ദ സ്കാർലെറ്റ് ലെറ്റർ എ റിവെഞ്ച് ട്രാജഡി. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളോട് ചോദിച്ചെന്ന് വിചാരിക്കേ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ പറയാൻ പറ്റണ്ടേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വർക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ഇതിന്റെ ഫുൾ ടൈറ്റിൽ എന്താണ്? അതൊരു ഹിസ്റ്റോറിക്കൽ നോവലാണ്. അത് ആരെ എഴുതിയത്? നഥാനിയൽ ഹോത്തോൺ ആണ്. പബ്ലിഷ് ചെയ്തത് എന്നാണ്? 1850 കഴിഞ്ഞില്ലേ? സോ യു ഹാവ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ദ വർക്ക് ഇസ്. ഇപ്പൊ ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നിങ്ങൾ വർക്ക്സിന്റെ ഡീറ്റെയിൽസ് എടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കണം ഇങ്ങനെ തന്നെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ വരാൻ പോണത് എന്നുള്ളത്. പിന്നെ ഓരോ സ്കൂൾസും ഉണ്ട്. ഓരോ മൂവ്മെന്റ്സിനും ഓരോ സ്കൂൾസ് ഉണ്ട്. ആ സ്കൂൾസിനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ആൻസേഴ്സ് ഡൗട്ട് ഉള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പില്ല ഇതല്ല ആൻസർ എന്ന് ഉറപ്പുള്ളതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എക്സാമിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ തിയറിന്റെ കേസസിലേക്ക് വരുന്ന സമയത്ത് തിയറി എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓരോന്നിന്റെയും ബേസ് കോൺസെപ്റ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളെ ക്ലാസ്സുകളിൽ എടുത്തു പോയതാണ്. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? വായിക്കുക, പഠിക്കുക, നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ? ഇനി ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. അല്ല, ഇറ്റ്സ് യുവർ ടൈം ഫോർ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരും. So if you have any doubts, you can ask me. ചോദിച്ചോ? ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? ഒന്നുമില്ലേ? ആർക്കും ഒരു ഡൗട്ടും ഇല്ലേ? അല്ലേ ഒന്നും മനസ്സിലായിട്ടില്ലേ? എന്താണ് മനസ്സിലായില്ല എന്നാണോ അതോ ഡൗട്ട് ഇല്ല എന്നാണോ? ക്ലിയർ ആണ് മാം. ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇനി അബൌട്ട് ദ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇനി ഹൗ ഇസ് ദിസ് എക്സാം, ഞങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? മാം ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോ. മാം മാം പറഞ്ഞില്ലേ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തോ അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന്, അതെന്തായിരുന്നു? എങ്ങനെ? 2 ക്വസ്റ്റ്യൻ പേപ്പർ എന്തോ അറ്റൻഡ് ചെയ്യാനോ അതോ അങ്ങനെ എന്തോ പറഞ്ഞില്ലായിരുന്നു ഇടയ്ക്ക് വെച്ച്? Part 1 ഉം Part 2. അത് Examination തന്നെ. paper will be divided into Part 1 and Part 2.
പാർട്ട് 1ന്റെ ക്ലാസ്സസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നോക്കിയിട്ടുണ്ടോ? മറ്റേ പാരഗ്രാഫ് തന്നിട്ട് നമ്മൾ ആൻസർ അറ്റൻഡ് ചെയ്യുന്നതാണോ? ആ, CVT പാർട്ട് 1 എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അറിയോ? ആ അറിയാം മാം. ആ ആ പാർട്ട് 1 ഒന്ന് അത് നിങ്ങൾ ചെയ്ത് തീർക്കുമല്ലോ. ആ അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും സബ്ജക്ട് സെക്ഷനും, അങ്ങനെ 2 സെക്ഷനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവുക? ഇംഗ്ലീഷിൽ പാർട്ട് 1 നിങ്ങളോട് ചോദിക്കുക റീഡിങ് കോംപ്രിഹെൻഷനും വെർബൽ എബിലിറ്റിയും ആണ്. അതായത് നിങ്ങൾ റീഅറേഞ്ചിങ് ദ പാർട്സ്, മാച്ച് ദ ഫോളോയിങ്, ചൂസിങ് ദ കറക്റ്റ് വേർഡ്സ്, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. അതായത് സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, സെന്റൻസ് കറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഇല്ലേ, അതാണ് ഇംഗ്ലീഷിലെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക CVT പാർട്ട് 1. പിന്നെ വേറെ എന്താണ് നിങ്ങൾക്ക് വേറെ എന്താ ഡൗട്ട്സ് ഉള്ളത്? അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ പോകാൻ പോണത് എന്തിലേക്കാണ്? നിങ്ങളുടെ സബ്ജക്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്കായിരിക്കും. സബ്ജക്ട് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 7 മൊഡ്യൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്, 7 മൊഡ്യൂൾസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേപ്പർ 1ലും പേപ്പർ 2ലും ആയിട്ടുള്ളത്. അപ്പൊ പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം, കാരണം നമുക്ക് ഒരുപാട് തീർക്കാനുണ്ട്. പേപ്പർ 1ഉം പഠിക്കണം, പിന്നെ അതും സിലബസ് വൈസ് ആയിട്ട് നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് പഠിക്കുക. ആരും ഉഴപ്പാൻ നിൽക്കരുത്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതൊക്കെ അവൈലബിൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എക്സാമിന്റെ തലേന്ന് പഠിക്കാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തലേന്ന് ഇത് തീർന്നിട്ടില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവില്ല. കാരണം പൊതുവേ സംഭവിക്കാൻ പോകുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ തലേന്നുള്ള പഠിത്തത്തിൽ ഞാൻ ഇതൊന്നും തീർത്തില്ലല്ലോ എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് പിന്നെ അതും കൂടി ടെൻഷൻ കയറിയിട്ട് നമ്മൾ വ്യക്തമായിട്ടൊന്നും പഠിക്കാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നേരത്തെ തുടങ്ങണം. നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, ചിലപ്പം കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ആയിരിക്കും നിങ്ങൾ ഒട്ടുമേ കേൾക്കാത്തൊരു ഭാഗം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ലിറ്ററേച്ചറിൽ നിങ്ങൾ പഠിച്ചു പോകുന്നതാണ്. അപ്പൊ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്, കണ്ടോ? X is the practice of converting a text from one language to another language on the basis of sound. Unlike translation, X doesn't tell you the meaning of the word, but it helps you pronounce them. It changes the letters from one alphabet or language to corresponding similar sounding characters of another alphabet. Identify the process marked X. അതായത് ഇത് ട്രാൻസ്ലേഷനിൽ തന്നെ പല പ്രോസസ്സുകളുണ്ട്. അതിന്റെ ഒരു ഡെഫിനിഷനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ട്രാൻസ്ക്രിപ്ഷൻ ആണോ, സെമാൻറ്റിക്സ് ആണോ, ട്രാൻസ്ലിറ്ററേഷൻ ആണോ, ഗ്രാഫോളജിക്കൽ ട്രാൻസ്ലേഷൻ ആണോ എന്നാണ്. സോ ആൻസർ ഇസ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾ എന്താണ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിന്റെ ക്ലാസ്സസ് കൃത്യമായിട്ട് കേൾക്കുക. ആൻഡ് കറന്റ് റണ്ണിങ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിന്റെ ക്ലാസ്സസ് കൃത്യമായിട്ട് കേട്ടിട്ട് തന്നെ പോവാന്നുള്ളതാണ്. പിന്നെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറും ട്രാൻസ്ലേഷൻ സ്റ്റഡീസും ഇങ്ങനെയാണ് വരുന്നത്. കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കമ്പയർ ദ ലിറ്ററേച്ചേഴ്സ് ഫ്രോം ഡിഫറെന്റ് ലാംഗ്വേജസ്, ഡിഫറെന്റ് കൺട്രീസ്. അതായത് ഒരു രാജ്യത്തെ ലിറ്ററേച്ചറും മറ്റൊരു രാജ്യത്തെ ലിറ്ററേച്ചറും, ഒരു ബന്ധമില്ലാത്ത 2 രാജ്യങ്ങളിലെ 2 ഭാഷകളിലെ ലിറ്ററേച്ചറിനെ കമ്പയർ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടും രണ്ടിലും ഒരുപാട് ടേംസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻസും ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി പഠിക്കാവുന്നതാണ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരാൻ പോണത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, സബ് ടൈറ്റിലിംഗ്, ട്രാൻസ്ക്രിയേഷൻ, വോയിസ് ഓവർ ഡബിങ്. ഇതിനൊക്കെ ഡെഫിനിഷൻസ് ഇപ്പുറത്തെ സൈഡിൽ തന്നിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. കാരണം നിങ്ങൾ അതിൽ ഒരുപാട് അങ്ങ് ചിന്തിച്ച് കാട് കടന്ന് പിടിച്ച് പോകാനിരിക്കുന്നില്ല. കാരണം അത് ഫാക്ച്വൽ പേപ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് സംഗതി, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്താണ്, സബ് ടൈറ്റിലിംഗ് എന്താണ്, ട്രാൻസ്ക്രിയേഷൻ എന്താണ്, വോയിസ് ഓവർ എന്താണ്, ഡബിങ് എന്താണ് എന്നുള്ള ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിനൊക്കെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ
നിങ്ങൾ അതിനെ കൃത്യമായിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലാസ്സസ് കൃത്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാതെ ഇത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാത്തതോ നിങ്ങൾ കേൾക്കാത്തതോ ആയിട്ടൊന്നും ഇതിൽ വരാൻ പോണില്ല. പിന്നെ നമുക്ക് അറിയാത്ത വർക്ക്സ് വരാന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ എന്നിരുന്നാലും ഓരോ ഓപ്ഷനിൽ തന്നെ ഒരു 2 വർക്കോ 1 വർക്കോ എങ്കിലും നമ്മൾ പഠിച്ചതോ നമ്മൾ അറിയുന്നതോ ആയിരിക്കും. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊന്നും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് കേട്ട് പോവുക, ആ നോട്ട്സ് ഒക്കെ ഒന്ന് നന്നായി ഇരുത്തി വായിക്കുക, നന്നായി പഠിക്കുക. ഇത് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നല്ല സ്കോറോടുകൂടി നമുക്ക് CVT എക്സാം ഇത്തവണ പാസ്സാവാം, നല്ലൊരു കോളേജിൽ നമുക്ക് എത്തിപ്പെടാം. അപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഇയർ റിമൂവ് ചെയ്തില്ലായിരുന്നോ പാർട്ട് എ? അതായത് പേപ്പർ 1 നമുക്ക് 75 ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? അത് ഓപ്ഷണൽ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, പേപ്പർ 1-ൻ്റെത്. അതായത് വേണമെങ്കിൽ എഴുതാം, അങ്ങനെയാണോ? പേപ്പർ 1 ചില സബ്ജക്ട്സിന് നിർബന്ധവും ചില സബ്ജക്ട്സിന് ഓപ്ഷണലുമാണ്. ഇംഗ്ലീഷുകാരെ കാര്യത്തില് എനിക്ക് തോന്നുന്നു ചെയ്യണം എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഒരൊറ്റ സബ്ജക്റ്റ് മാത്രം വെച്ചാൽ പോരെ? എങ്ങനെ? അപ്ലൈ ചെയ്യുമ്പം ഈ LAP01 എന്ന് പറയുന്ന ഒരൊറ്റ എണ്ണം മാത്രം വെച്ചാൽ പോരെ? അത് എക്സാക്ട്ലി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ 1 എടുക്കുന്ന ആളുകളോട് ചോദിക്കണം. അതിന് ജനറൽ പേപ്പർ ക്ലാസ്സസ് അങ്ങനെ പേപ്പർ 1 ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് സബ്ജക്ട് സ്പെസിഫിക് ക്ലാസ്സസ് ആ കിട്ടിയിരിക്കുന്നത്. ആണോ? ആ, ആ. മോക്ക് ടെസ്റ്റിലും ആ ഒരു 75 ക്വസ്റ്റ്യൻസും ഉം. അങ്ങനെ വന്നേക്കുന്നത്. ആ, അപ്പൊ എനിക്ക് ഓക്കെ. തോന്നുന്നു കഴിഞ്ഞ ഇയർ അതെടുത്ത് അത് മാറ്റിയെന്ന് എടുത്ത് തോന്നുന്നു. കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില സബ്ജക്ട്സിന് എനിക്ക് തോന്നുന്നു MBA ലോ അവർക്കൊക്കെ നിർബന്ധമായിട്ടും പാർട്ട് ഉണ്ട്. നിങ്ങളുടെ കേസിൽ അത് ഓപ്ഷണൽ ആണോ എന്ന് സംശയമുണ്ട്. ഓക്കെ ഓക്കെ. അതെന്തായാലും ഞാൻ ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. സോ ഐ ടെൽ യു ദാറ്റ്. ഞാൻ നിങ്ങൾക്ക് പറയാം, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് പറയാം. സോ യെസ്, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഏരിയാസ് വരുന്നത്. നിങ്ങൾ ഇപ്പൊ പേപ്പർ 2-ന്റെ കാര്യത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ ആണ്. ആ സബ്ജക്ട് പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കണം. അതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. സബ്ജക്ട് 2-ന്റെ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ മാം, ഉം. ഞാൻ വേറൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഈ സെഷനാണ് ഇരിക്കുന്നത് ആദ്യമായിട്ട്, അതും പബ്ലിക് ഓ, ആയിട്ട് ലിങ്ക് എങ്ങനെ? ഈ സെഷനാണ് ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ ജാനുവരി ഫെബ്രുവരി ഈ ടൈമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ടോ? ഞാൻ ഇപ്പോഴാണ് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സ് യു ഹാവ് അതിനുള്ള സമയമുണ്ട്. ഓക്കെ ജാനുവരി ഫെബ്രുവരി യു ഹാവ് 2 months. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു വിൽ ഹാവ് ടു ബ്രേക്ക് ഡൗൺ യുവർ ടൈം. ദാറ്റ് ഈസ് 75 hours ആണെന്ന് വിചാരിക്കും. നമ്മൾ മൊത്തം സബ്ജക്ട്സ് നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടത് 75 hours ആണ്. CUET പേജ് നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ LAQ P01 നിങ്ങൾക്ക് ഡീൽ ചെയ്യാനായിട്ട് വേണ്ടത് 75 hours ആണ്. ഈ 75 hours എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു മാസം, അതായത് ഏകദേശം വിൽ ഗെറ്റ് 50 days കൂട്ടിക്കോ. ആ 50 daysനെ വെച്ചിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. ഒരു 50 daysലേക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. പ്ലാൻ ഫോർ 50 days. 50 days. ആ 50 daysനുള്ളിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് മുഴുവൻ കവർ ചെയ്യാനുള്ള സമയമുണ്ട്. അതായത് 50 days എന്ന് പറയുമ്പോൾ 50 daysൽ 3 hours വെച്ചിട്ട് ഒരു ദിവസം നിങ്ങൾ പഠിക്കാം. അപ്പോൾ 50 into 3 എത്ര സമയം നിങ്ങൾ പഠിക്കും? അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. സോ 2 months is
more than enough to cover the portions. നിങ്ങൾക്ക് you still have time. പക്ഷെ ഇനി വരുന്ന പോർഷൻസ്, ഇനി വരുന്ന ക്ലാസ്സസ് കൃത്യമായിട്ട് കേട്ടിരിക്കണം, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം, എന്നിട്ട് പഠിച്ചിരിക്കണം. Is that clear? ക്ലിയർ മാം, താങ്ക് യു. Yeah. Any doubts? Anyone? മാം, ഫോർ ദി Yeah. പേഴ്സണൽ കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അത് അൾട്ടിമേറ്റ്ലി പേപ്പർ എ പേപ്പർ ബി കമ്പൈൻ ചെയ്തിട്ടാണോ വരുന്നത്, അതോ ജസ്റ്റ് ഫോർ പേപ്പർ ബി സെപ്പറേറ്റ് ആ ഒരു രീതിയിലാണോ? 75 ആണോ ചോദിച്ചത്? അത് 75 ക്വസ്റ്റ്യൻസ് ഇൻ പാർട്ട് ബി ഉണ്ടല്ലോ. പാർട്ട് And ബിയിൽ 75 ക്വസ്റ്റ്യൻസ്, നിങ്ങൾ മൊത്തം 75 ക്വസ്റ്റ്യൻസ് ഉണ്ട് പാർട്ട് ബിയിൽ. 300 മാർക്സ് ആണ്. കറക്റ്റ് ആൻസേഴ്സിന് 4 മാർക്സ് ആണ് കിട്ടുക. ഇൻകറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു ആൻസർ എഴുതി അത് ചൂസ് ചെയ്ത ആൻസർ തെറ്റാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ മൈനസ് മാർക്ക്. നിങ്ങൾ ഇനിയിപ്പോ ചൂസ് ചെയ്ത ആൻസർ കറക്റ്റ് ആന്ന് വിചാരിച്ചോ, യു ഗെറ്റ് എ +4. അങ്ങനെയാണ് നിങ്ങളുടെ മാർക്സ് വരാൻ പോകുന്നത്. യെസ് മാം. സോ പേപ്പർ എ വേറൊരു പേപ്പറിനെ കുറിച്ച് മാം പറഞ്ഞില്ലേ, അതും പേപ്പർ ബിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണോ? ഇൻ കേസ് പേപ്പർ എ ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ എയും ബിയും അല്ല, കമ്പൈൻ അത് ചെയ്തിട്ടാണോ? ബ്രേക്ക് ചെയ്തിട്ടേ വരുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇങ്ങനെയാ വരിക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാ വരിക. ഇതാ ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ വരാം. ഇവിടെ മുതൽ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടാവും. 75 ക്വസ്റ്റ്യൻസ്, അതിനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് നിങ്ങൾ ഇങ്ങനെ നമ്പർ 1, 2 ഇങ്ങനെ വരും. താങ്ക് യു മാം. നിങ്ങൾ പേപ്പർ 2നെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധം വേണം. അതായത് നിങ്ങൾ ചെയ്യാൻ പോണത്, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പേപ്പർ 2 ആണ്. അപ്പോ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളുടെ സിലബസ്, അതായത് സിലബസ് ആദ്യം പഠിച്ചു വെക്കുക, എന്നിട്ട് നിങ്ങൾ സബ്ജക്ട് പഠിക്കുക. എന്ത് എക്സാമിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ സിലബസിനെ ആയിരിക്കണം ആദ്യം ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സബ്ജക്റ്റിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടും. വെറുതെ സമയം കളയരുത്. ഇനി വരുന്ന സമയം നിങ്ങൾക്ക് പ്രഷ്യസ് ആണ്. നിങ്ങൾ കൗണ്ട് ഡൗൺ വെച്ചിട്ട് തന്നെ പഠിക്കുക. പിന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു കൻ ആസ്ക് മീ. എന്നാ ശരി, അസ്സലാമു അലൈക്കും. എനി ഡൗട്ട്സ് എനിവൺ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഓക്കെ എവ്രിവൺ, ദെൻ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ പിങ് മീ, ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് വിത്ത് ഇറ്റ്. നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കാം. ആയിരിക്കും. മാം, യാ മാം എത്ര യൂണിവേഴ്സിറ്റീസ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഹൗ മെനി യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതാ? ആ ദാറ്റ് ഐ വിൽ ഹാവ് ടു ചെക്ക്. ഞാനത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയോ? ആ മതി മാം. ഓക്കെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി എന്തെങ്കിലും? എനി ഡൗട്ട്സ്? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആസ് മെനി യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് പോലെ ഇരിക്കും നിങ്ങളുടെ റിസൾട്ട്സ്. പിന്നെ അതിന് ആപ്ലിക്കേഷനും കാര്യങ്ങളുമായിട്ടുള്ളത് ഞാൻ പറയാം, ഞാൻ ഇൻഫോം ചെയ്യാം. യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻസ് തരുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇനി വേറെ എന്തെങ്കിലും കാര്യത്തിൽ എനി മോർ ഡൗട്ട്സ് എനിവൺ? മാം, യാ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് പറഞ്ഞു. ഞാൻ SNGO ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. ആ അപ്പോൾ എൻ്റെ ഇയർ ബേസ് അനുസരിച്ചിട്ട് എൻ്റെ ഡിഗ്രി കഴിയേണ്ട കാലമായിരിക്കണം. പക്ഷെ ഇപ്പൊ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ 4th സെമസ്റ്ററിലാണ്. ഓക്കെ. എനിക്ക് ഈ ഒരു വർഷം അപ്ലൈ ചെയ്യാൻ പറ്റുമോ CUTക്ക്? യു ഷുഡ് ബി ഇൻ ദ 3rd ഇയർ എനിക്ക് തോന്നുന്നു. അതായത് നമ്മളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണ്ടേ നമുക്ക് PGക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോ ദാറ്റ് യു വിൽ ഹാവ് ടു ചെക്ക് വിത്ത് ദിസ്. ഞാൻ
ഈ വക കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം. ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഞാനത് ചോദിച്ചിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ടുള്ള ഉത്തരം തരാം. കാരണം നോട്ട് വെരി ഷുവർ അബൌട്ട് ദിസ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആൻഡ് അതർ ഐഡിയാസ്. അതുകൊണ്ട് അത് ഞാൻ ചോദിച്ചിട്ട് തന്നെ പറയാം. കാരണം അറിയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് ബുദ്ധിമുട്ടാവും. അതുപോലെ യാ ഐ ഡെഫിനറ്റ്ലി ക്ലിയർ ഇറ്റ് അപ്പ് ഫോർ യു. ചോദിക്കാം കേട്ടോ, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാവേ. പറഞ്ഞോ. ഇനിയിപ്പോ ഡിഗ്രി കഴിയുകയാണെങ്കിൽ ഇനിയിപ്പോ ഒരു വർഷം എന്തായാലും കഴിയും. അപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞാല് 3 ഇയർ ഡിഗ്രി, അതായത് 2 വർഷത്തെ PG ഉണ്ടാവില്ലല്ലോ, ആ ഒരു സിസ്റ്റം ഒഴിവാവൂലേ? അതിന് ആ സമയത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവണം. സൊല്യൂഷൻസ് ഉണ്ടാവുമായിരിക്കും. അതിനുള്ളൊരു സൊല്യൂഷൻ അവർ കാണും. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് FIUGP പ്രകാരം നിങ്ങൾ 4 വർഷം പഠിക്കുകയാണെങ്കിൽ, 4 വർഷം നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 1 വർഷം PG ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇനി 3 വർഷത്തിൽ ഡിഗ്രി നിർത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 വർഷം തന്നെ PG ചെയ്യണം. അങ്ങനെയുണ്ട്. അതുകൊണ്ട് അത് ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. ഇപ്പോഴും യൂണിവേഴ്സിറ്റികളൊന്നും പ്രത്യേകിച്ച് പിക്ചറുകളായിട്ടില്ല. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. 4 വർഷം നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PG 1 വർഷം. ഇനി 3 വർഷത്തിൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓണേഴ്സ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 വർഷം തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ PG ചെയ്തിരിക്കണം. So any more doubts? Anyone? ആർക്കെങ്കിലും ഉണ്ടോ? ഐ ഹോപ്പ് എവരിതിങ് ഈസ് ക്ലിയർ. ബാക്കി കാര്യങ്ങൾ ഞാൻ ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ദെൻ, ഓൾ ദി ബെസ്റ്റ് ഫോർ യു എക്സാംസ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മാം യെസ് മാം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു പാർട്ട് ഓഫ് പേപ്പർ എന്തിനാണ്? ആ ഒരു പാർട്ട് A ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെർബൽ എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ. അത് എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ഉണ്ടാവും. ഇപ്പൊ PSC ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനൊരു പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ടാവും. അതേപോലെ എല്ലാ സബ്ജക്ട്സിനും ഉണ്ടാവാറുണ്ട്. ഈ പറയുന്ന പോലെ പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ടാവാറുണ്ട്. നിങ്ങളെ കേസിൽ പാർട്ട് 1 നിർബന്ധമാണോ എന്നുള്ളത് ഐ വിൽ ചെക്ക് ആൻഡ് ടെൽ യു. അപ്പൊ അതിൽ ആക്ച്വലി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കും? ഇല്ല, യു ക്യാൻ കോമ്പൻസേറ്റ് ഫ്രം ദ പാർട്ട് 2. ഓക്കെ ഓക്കെ മാം. അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ഇത്ര മാർക്കിൽ ഇത്ര കിട്ടണം എന്നേ ഉള്ളൂ. ഇറ്റ്സ് ഈസി ടു സ്കോർ. അത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്കുള്ള പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളൊരു 50 മണിക്കൂർ, 50 ദിവസം 150 മണിക്കൂർ പഠിച്ചാൽ മതി. 50 into 3 hours and you will score the better. Alright then, I hope this clears. ഇനി എന്തെങ്കിലും ഉണ്ടോ? Okay then everyone, good night. ഞാൻ ചോദിക്കാം, പറയാം. Okay? So make sure that you are following the classes. You have the notes. You work on it. So see you all. Good night. Bye-bye. Thank you for joining. Okay, thank you, ma'am. Yeah. Bye.